PM ശ്രീ വിവാദത്തിനിടെ CPI ജനറൽ സെക്രട്ടറി ഡി രാജ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഡൽഹിയിൽ AKG ഭവനിലാണ് കൂടിക്കാഴ്ച. കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്ന് ഡി രാജ പറഞ്ഞു. Life is always full of expectations, hopes. One should be optimistic. Discussion is, are you hopeful? Huh? I am always hopeful to fight, conquer, to defeat. It's a possibility. The minister went and had a discussion with our secretary. Let us see. Did you make any demand on here? Any demand? No, we will discuss, that's all. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഓൾവേസ് ഹോപ്പ്ഫുൾ എന്നുള്ളൊരു പ്രതീക്ഷയുടെ വാക്കുകളാണ് ഡി രാജ അകത്തേക്ക് പോകുമ്പോൾ പറഞ്ഞത്. ആ പ്രതീക്ഷ തന്നെയാണോ ഉള്ളത് CPIയെ സംബന്ധിച്ചിടത്തോളം? കേരളത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിയില്ല. മന്ത്രി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി സമവായ ശ്രമങ്ങളൊക്കെ നടത്തി, അതെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ഏത് തരത്തിലുള്ള വാർത്തകളാണ് ഗുഡ് ആഫ്റ്റർനൂണിൽ പ്രതീക്ഷിക്കാൻ കഴിയുക? ചേരുന്ന വേളയിലാണ് ഇപ്പോൾ CPI ജനറൽ സെക്രട്ടറി ഡി രാജ ഡൽഹിയിൽ AKG ഭവനിലെത്തി MA ബേബിയുമായി ആ കൂടിക്കാഴ്ച നടത്തുന്നത്. 1:50 കൂടിയാണ് ഡി രാജ AKG ഭവനിലേക്ക് എത്തിയത്. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇന്ന് ഡി രാജ MA ബേബിയുമായി ചർച്ച നടത്തുക. അതായത് PM ശ്രീയിൽ ഒപ്പുവെച്ച ധാരണാപത്രം അത് റദ്ദാക്കണം, അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് പോകണമെന്ന് തന്നെയാണ് CPI ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് CPM ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. CPI കൃത്യമായി ഈ വിഷയങ്ങളിൽ യാതൊരുവിധ ചർച്ചയും CPMO അതുപോലെ തന്നെ സർക്കാരോ നടത്തിയില്ല. മന്ത്രിസഭയിൽ അടക്കമുള്ള മന്ത്രിമാർ പോലും ഇക്കാര്യം അറിഞ്ഞില്ല എന്നത് CPM സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു അപമാനിതരായെന്ന് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്. ഇതിലുള്ള ശക്തമായ അതൃപ്തിയും ഇന്ന് ഡി രാജ MA ബേബിയെ അറിയിക്കും. എന്തായാലും MA ബേബിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പേ തനിക്ക് ശുഭപ്രതീക്ഷ ഉണ്ടെന്നതാണ് ഡി രാജ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വർഗീയ ശക്തികളെ പോരാടി അവരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയും തനിക്കുണ്ടെന്ന് ഡി രാജ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിലുള്ള വിമർശനമാണ് CPI നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് CPI നേതാക്കൾ വ്യക്തമാക്കുന്നത്. രാവിലെ തന്നെ പ്രകാശ് ബാബുവിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയിരുന്നു. സർക്കാരിന് മുന്നിൽ വഴികളുണ്ട്, ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകാൻ വഴികളുണ്ട് എന്നതാണ് പ്രകാശ് ബാബു അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയമായ മറ്റു വഴികളില്ല എന്നുകൂടി CPI നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം MA ബേബി ചെന്നൈയിലായിരുന്നു. അദ്ദേഹം ഇന്നാണ് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തി മണിക്കൂറുകൾക്കകമാണ് ഡി രാജ ഇപ്പോൾ AKG ഭവനിലെത്തി ഇപ്പോൾ MA ബേബിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MA ബേബി അറിയിക്കും. കാരണം MA ബേബി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് PM ശ്രീ പദ്ധതിയിൽ CPIയുമായി ചർച്ചകൾ നടത്തുമെന്നതാണ്. പക്ഷേ MA ബേബിയുടെ വാക്ക് അത് പാഴായി പോയി എന്നതാണ് ദേശീയ സെക്രട്ടേറിയറ്റിലടക്കം CPI നേതാക്കൾ ഉയർത്തിയ കടുത്ത വിമർശനം. കൃത്യമായി ചർച്ചകൾ നടത്തുമെന്ന് അറിയിക്കുമ്പോഴും CPI ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് CPM മുന്നോട്ട് പോയി. അത് എന്ത് എന്ന് തന്നെയാണ് CPI നേതാക്കളടക്കം ഉയർത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം അടക്കം നടത്തിയ പല പരാമർശങ്ങളിലും CPI നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഇങ്ങനെയാണോ ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയേണ്ടത്? CPIയുടെ ദേശീയ സംസ്ഥാന സെക്രട്ടറി ഇതിലടക്കം അംഗമായ ഒരു നേതാവ് കൂടിയാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ശിവൻകുട്ടിയുടെ പ്രസ്താവനകളടക്കം വലിയ രീതിയിലുള്ള വിമർശനം CPI നേതാക്കൾക്കുണ്ട്. ശക്തമായ വിമർശനം തന്നെ ഇപ്പോൾ MA ബേബിയെ കണ്ട് ഡി രാജ അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അജി, ഈ കൂടിക്കാഴ്ച ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ കൂടുതൽ ആയിട്ടുണ്ടല്ലോ അരവിന്ദ്. ഇപ്പോൾ ഉടനെ അദ്ദേഹം പുറത്തേക്ക് വരുമെന്നുള്ള ഒരു സൂചനകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ചർച്ചകൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ഡി രാജ പുറത്തേക്ക് വരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. 25ാമത് പാർട്ടി കോൺഗ്രസിന് ശേഷം നടക്കുന്ന ആദ്യ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗമാണ്. നിർവാഹക സമിതി യോഗം അടക്കം ഇന്ന് നടന്നിരുന്നു. പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ഈ സമിതി യോഗം ചേർന്നതെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി PM ശ്രീ പദ്ധതിയാണ് ഉയർന്നു വന്നത്. CPI തീർത്തും അവഗണിച്ചു. കാരണം ശക്തമായ പ്രകടനം മന്ത്രിസഭയിലടക്കം 4 മന്ത്രിമാരുണ്ടായിട്ട് പോലും ഒരു മന്ത്രിയെ പോലും ഇക്കാര്യങ്ങൾ അറിയിച്ചില്ല. വിദ്യാർത്ഥി സംഘടനകളും
അടക്കമായി ഈ CPM സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും ചർച്ചകൾ നടത്തിയപ്പോൾ CPI ഈ വിഷയത്തിൽ എന്തിനിരുട്ടിൽ നിർത്തിയെന്ന ചോദ്യമാണ് CPI നേതാക്കൾ ഉയർത്തുന്നത്. ഈ ദേശീയ സെക്രട്ടേറിയറ്റിൽ 3 നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള 3 നേതാക്കളുണ്ട്. ആ 3 നേതാക്കളും ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരുന്നു. എന്തായാലും ശക്തമായ അതിർത്തിയിൽ തന്നെയാണ് CPI ദേശീയ നേതൃത്വമുള്ളത്. അത് കൃത്യമായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ ഡി രാജ അറിയിക്കുകയും ചെയ്യും. അജി.